വിശുദ്ധ തിരുവചനമാണല്ലോ നാം ധ്യാനിക്കുന്നത്. ഈ ബൈബിളിൻ്റെ പഴയ നിയമ പേജുകൾ യുദ്ധ നിബിഡമാണ്. എന്നാൽ പുതിയ നിയമം സ്നേഹത്താൽ പൊതിഞ്ഞതാണ്. യേശുക്രിസ്തുവാണ് അതിൻ്റെ വക്താവ്. പച്ച ശരീരത്തിലോട്ട് ആണിയടിച്ച് കയറ്റി മരത്തിന്മേൽ തൂക്കിയവരെ കണ്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് അരുളി ചെയ്ത ആ പുതിയ നിയമം, അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്, പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസവും സുവിശേഷകർക്ക് വേണ്ടി നടന്ന ഒരു ക്ലാസ്സിൽ നമ്മളൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ആളുകൾ എതിർത്താൽ നമ്മൾ അവിടുന്ന് മാറിപ്പോകേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഈ നാട്ടിൽ റൈറ്റ്സ് ഇല്ലേ? ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ്. പാസ്റ്ററുടെ അഭിപ്രായം എന്നാന്ന് ചോദിച്ചു. 150 പേരുള്ള ഒരു ലീഡേഴ്സ് മീറ്റിംഗാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ അഭിപ്രായവും നിങ്ങളുടെ അഭിപ്രായവും അല്ല പ്രസക്തം, യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയാണ് പ്രസക്തം. ഒരു ഡോക്ടറും രോഗിയുണ്ടോ എന്ന് ചോദിച്ച് വഴിയെ നടക്കുന്നില്ല. രോഗി ഡോക്ടറെ തേടി ചെല്ലും. എന്നാൽ സുവിശേഷകൻ പോകണമെന്ന് കർത്താവ് പറഞ്ഞതുകൊണ്ട് നമ്മൾ പോകുന്നു. പക്ഷേ പോയാൽ ദീനക്കാർക്കേ വൈദ്യനെ ആവശ്യമുള്ളൂ. അവിടെ ഇരിക്കുന്നതിൽ സംതൃപ്തരായ ആളുകൾക്ക് നിങ്ങളുടെ ഗോസ്പൽ വേണ്ട. ആവശ്യത്തിലിരിക്കുന്നവർ സ്വീകരിക്കും. അല്ല, ഇവിടെ നിൽക്കരുത്, നിന്നാ കൊന്നുകളെന്ന് പറഞ്ഞാൽ കൊന്നാലും ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ല എന്ന് പറയാൻ ബൈബിളിൽ പ്രമാണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ നമുക്ക് യുദ്ധമുണ്ട്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം സമയമുള്ളപ്പോൾ വായിച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് രക്തവും ജഡവുമുള്ള മനുഷ്യരോടല്ല, പിന്നെയോ ആത്മലോകത്തിലെ ശക്തികളോടാണ്. അതിൻ്റെ പഴയ നിയമത്തിലെ ചില സൂചനകൾ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കിട്ടുന്നു. ഇന്നലെ നമ്മൾ കണ്ടു കാലുകൾക്ക് ശക്തി കൊടുക്കുന്ന ദൈവം. ഇന്ന് അതിൻ്റെ നേർചിത്രം വെളിപ്പെടുകയാണ്. എൻ്റെ കരങ്ങളെ അവിടുന്ന് യുദ്ധമുറകൾ പരിശീലിപ്പിക്കുന്നു. എൻ്റെ കൈകൾക്ക് വെങ്കല വില്ല് കുലയ്ക്കാൻ കഴിവ് ലഭിക്കുന്നു. എൻ്റെ കൈകളെ അവിടുന്ന് യുദ്ധം അഭ്യസിപ്പിക്കുന്നു. എൻ്റെ ഭുജങ്ങൾ താമ്രചാപം കുലയ്ക്കുന്നു. ദൈവം മനുഷ്യനെ യുദ്ധത്തിനായിട്ട് ട്രെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തമ്മിൽ തല്ലാൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണോ? അങ്ങനെയല്ല. സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. ഞാൻ അവിടുത്തെ ഒരു സ്റ്റുഡൻ്റാണ്. എൻ്റെ ദൈവം എന്നെ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നേക്കാൾ ഈ വിഷയത്തിൽ നല്ല ബിരുദമുള്ള അഥവാ സ്ട്രോങ് ആയ ദൈവദാസന്മാരെ എനിക്ക് പരിചയമുണ്ട്. ഏതായാലും വചനം എന്തു പറയുന്നു? അവിടുന്ന് എൻ്റെ കൈകളെ യുദ്ധം അഭ്യസിപ്പിക്കുന്നു. എൻ്റെ കരങ്ങളെ അവിടുന്ന് യുദ്ധമുറകൾ പരിശീലിപ്പിക്കുന്നു. He trains my hands to fight every battle. ഏത് തരം യുദ്ധത്തിലും എതിർത്ത് നിൽക്കാനുള്ള കായിക ബലം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്, ട്രെയിനിങ്ങും തന്നിട്ടുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഓരോ നാട്ടിൽ ഓരോ സ്പിരിറ്റാണ് വാഴുന്നത്. കർത്താവ് ഒരു മനുഷ്യൻ്റെ രോഗത്തെ സൗഖ്യമാക്കിയപ്പോൾ അഥവാ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയപ്പോൾ അതിൽ നിന്നിറങ്ങുന്ന സ്പിരിറ്റ് 2000 പന്നികളെ ഓടിച്ചു കൊണ്ടുവന്ന് കുളത്തിച്ചടിച്ച് കൊന്നുകളഞ്ഞു. ഇത് ഇപ്പോൾ ശാസ്ത്രം പുരോഗമിച്ച ലോകത്ത് വല്ലവരും വിശ്വസിക്കുമോ? പക്ഷേ നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ ഇതേ ഭൂതം, ഇതേ സ്പിരിറ്റിനാൽ ബാധിക്കപ്പെട്ട മനുഷ്യരെ ഞാൻ
ബീഹാറിലും മധ്യപ്രദേശിലുമൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഇവിടെ നാളുകളായി പ്രാർത്ഥനയും പാട്ടും ആരാധനയും നടക്കുന്നത് കൊണ്ട് ഇവിടെ ഇപ്പോൾ അതിൻ്റെ സ്വാധീനം കുറവാണ് എന്ന് മാത്രം പറയട്ടെ. അപ്പം ഇവിടെ നമുക്കൊരു ആത്മീക യുദ്ധമുണ്ട്. അതിന് രക്ഷയെന്ന പരിച ധരിച്ച് സത്യമെന്ന ബെൽറ്റ് കെട്ടി വിശ്വാസമെന്ന പരിചയെടുത്ത് വചനമെന്ന വാളുയർത്തി നാം പൊരുതേണമെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ ആത്മീക യുദ്ധത്തിനായിട്ട് നമ്മെ പരിശുദ്ധാത്മാവ് പരിശീലിപ്പിക്കാമെന്ന് പറയുന്നു. നമ്മുടെ കൈകളെയും നമ്മുടെ കാലുകളെയും മാത്രമല്ല, നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയും ഈ യുദ്ധത്തിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. ഈ കൊച്ചു വചനധ്യാനത്തിലൂടെ ഒരു ആത്മീയ യുദ്ധ പരിശീലനം പ്രാപിക്കാനായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.